ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ്ലി പറയാം, ലോങ് വീഡിയോ ആണ്. കാരണം കുറച്ചധികം ലീവ്സ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഇതുപോലൊരു ഷേപ്പിലുള്ള ഒരു ലീഫ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ലീഫിൻ്റെ പിക്ചർ വരച്ചിട്ട് മുകൾ ഭാഗത്ത് നിന്ന് ആദ്യം കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്തിട്ട് ലീഫിൻ്റെ തൊട്ട് താഴെ, അതായത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് ഇങ്ങനെ സൂചി കുത്തി താഴ്ത്തിയിട്ട് ഈ ഒരു ഇടതുവശത്ത് മുകളിൽ ആദ്യം കുത്തിയില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കണം. ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ലീഫ് ഏകദേശം ഇതേ മോഡലാണ്, പക്ഷേ ഇങ്ങനെയല്ല. അതെങ്ങനെയാണെന്ന ഡിഫറൻസ് തമ്മിൽ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നടുവിൽ കുത്തണ്ട, പിന്നെ ആ വലതുവശത്ത് കുത്തിയിട്ട് വേണം നടുവിലോട്ട് കുത്താനേ. മിക്കവാറും നമ്മൾ ചെയ്യുന്ന ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത്, നടുവിലോട്ട് കുത്തി ഇടത്തോട്ട്, നടുവിലോട്ട് കുത്തി വലത്തോട്ട്, അങ്ങനെയുള്ള ആ ഒരു റൂളിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യം നടുവിൽ നിന്ന് കുത്തി ഇടത്തോട്ട് എടുത്തിട്ട് പിന്നെ വലത്തോട്ട് കുത്തിയിട്ട് വേണം നടുവിലോട്ട് കുത്താനായിട്ട്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. തൊട്ട് താഴെ ഇങ്ങനെ കുത്തിയിട്ട് ആദ്യം ഇടതുവശത്തോട്ട് ഇങ്ങനെ കുത്തുക. പിന്നീട് നമ്മൾ എവിടെയാണോ കുത്തിയത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലതുവശത്ത് കുത്തണം. ഇപ്പോൾ ഞാൻ ഇടതുവശത്തോട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. വളരെ സ്ലോയിലാണ് കാണിക്കുന്നത്, കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഓപ്പോസിറ്റ് സൈഡായ വലതുവശത്ത് കുത്തിയിട്ട് നടുവിലോട്ട് കുത്തിയെടുക്കുകയാണ്. നടുവിലോട്ട് ഇങ്ങനെ കുത്തി സൂചി എടുക്കുമ്പോഴത്തേനും ഒരു വൈ ഷേപ്പിൽ സൂചി ഉണ്ടാവും. അതുകൊണ്ടോ ഇതുപോലെ വൈ ഷേപ്പിൽ കിട്ടും. ഇതിനെയാണ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലീഫ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറൊരു ലീഫ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ നടുവിൽ കുത്തിയിട്ട് വലത്തോട്ട്, പിന്നെ വീണ്ടും നടുവിൽ കുത്തിയിട്ട് ഇടത്തോട്ട്. ഈ ഇടത്തും വലതും ചെയ്യുന്നതിനിടയ്ക്ക് നടുവിൽ കുത്തേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ആദ്യം ഇടതുവശത്ത് കുത്തി പിന്നെ വലതുവശത്ത് കുത്തിയിട്ടാണ് നടുവിലോട്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ലീഫാണ് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു പ്രാവശ്യം വലതുവശത്തും ഇടതുവശത്തും കുത്തുമ്പോൾ ആ വരച്ചിരിക്കുന്ന അതേ ഇതിൽ തന്നെ കുത്തി എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നടുവിൽ കണ്ടില്ലേ ഓരോ കെട്ട് പോലെ ഒരു ചെറിയ നോട്ട്, അതായത് ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു ചെറിയ കെട്ട് പോലെ നടുവിൽ വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ലീഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലീഫ് വേറൊരു കുഞ്ഞ് ലീഫ്, ഇത് വേറൊരു മോഡൽ ലീഫാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിന് 2 നൂലാണ് എടുത്തിട്ടുള്ളത്. സാറ്റിൻ സ്റ്റിച്ച് എപ്പോഴും 2 നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 നൂല് കോർത്തെടുത്തിട്ട് ആ ഒരു ഭാഗം മാത്രമേ കെട്ടിട്ടെടുത്തിട്ടുള്ളൂ. 2 വശത്തുമ്പും ചേർത്ത് കെട്ടിട്ടില്ല. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുത്തിയെടുത്തിട്ട് നമ്മൾ വരച്ചേക്കുന്നില്ലേ അതിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ടൈം വേണം, ക്ഷമ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ പാടെന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേനും ഏറ്റവും ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. ശരിക്കും പറഞ്ഞാൽ മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു മെഷീൻ എംബ്രോയ്ഡറിയുടെ ആ ഒരു ലുക്കൊക്കെ കിട്ടുന്ന ഒരു തരം സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ അതായത് ഞാനിങ്ങനെ പതിയെ നമ്മൾ എവിടെയാണോ കുത്തിയെടുക്കുന്നത് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇങ്ങനെ അടുക്കി വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ദൂരത്തോട്ടാക്കിയാൽ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങനെ ഒന്ന് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ക്ഷമയോടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. ഇത് നിങ്ങൾക്ക് ഫ്ലവേഴ്സിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു കൃത്യമായ അളവിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗി കിട്ടുന്നത്. അപ്പോൾ അതിനാണ് വരച്ചിട്ടുള്ളത്. വരച്ച അതേ ലൈനിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മാറിപ്പോവും. പക്ഷേ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതും ഇതുപോലെ തന്നെ നമ്മളിന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് കെട്ടിട്ട് കൊടുത്താൽ മതി. അധികം വലിയ കെട്ടിടേണ്ട കാര്യമില്ല. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഈ 2 ലീഫും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് വേറൊരു ഷേപ്പിലുള്ള ലീഫാണ്. ഇതുപോലൊരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഷേപ്പ് തന്നെ വേണം, സെലക്ട് ചെയ്യണമെന്നില്ല. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഷേപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് ഡബിൾ കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് ത്രെഡും യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇത് 6 നൂലും ഒരുമിച്ച് കോർത്തിട്ടുള്ളതാണ്. അതായത് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡിന് ഒരു ലെയറിൽ 6 നൂലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 നൂലും ഞാൻ ഒരുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തുമ്പ് മാത്രം കെട്ടിട്ടെടുത്തതാണ്. പിന്നെ ഈ ഒരു ലീഫിൻ്റെ കുറച്ച് താഴെ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത പോലെ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ തുമ്പിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നൂല് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രഞ്ച് നോട്ട് സാധാരണ ചെയ്യുന്നത് കുത്തിയെടുത്ത ആ ഭാഗത്തുനിന്ന് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ സൂചിയിൽ 2 വട്ടം ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ കുത്തിയെടുത്ത് അവിടെയാണ് താഴ്ത്തേണ്ടത്. പക്ഷേ അതാണ് നോർമലായിട്ടുള്ള ഫ്രഞ്ച് നോട്ട്. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ അതായത് കുറച്ച് നീളത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുത്തിയെടുത്ത ആ ഭാഗം അവിടെ തന്നെ സൂചി തിരിച്ച് കുത്തി താഴ്ത്തേണ്ട കാര്യമില്ല. എവിടെയാണ് നമ്മൾ ഡിസൈൻ വരച്ച കുറച്ച് നീളത്തിൽ കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തി താഴ്ത്തുന്നതിനെയാണ് ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ താഴത്തോട്ട് കുത്തിയിട്ട് 2 വട്ടം ചുറ്റിയിട്ട് എവിടെയാണോ ഡിസൈൻ ഉള്ളത് അവിടെ ഒന്ന് കുത്തി താഴ്ത്തുക. അങ്ങനെ 2 വശത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടത് കാര്യമുണ്ട്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണിത്. ഞാനിപ്പോൾ കാണിച്ചതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക. ഇപ്പോൾ ഡബിൾ കളർ ചെയ്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ആ ഒരു വൈറ്റ് കളറും പിന്നീട് ആ ഒരു ലൈറ്റ് കളർ മാറി 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 ഡാർക്ക് ഗ്രീന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭംഗിയുണ്ടായിരിക്കും. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡള്ളായിട്ടുള്ള കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇഷ്ടമല്ലാത്തതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു ലീഫ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണെ. വേറൊരു ഷേപ്പിലുള്ള ഒരു ലീഫാണിത്. ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് 6 ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 നൂല് ഒരു നോർമൽ സൂചിയിൽ കോർത്തെടുത്തിട്ട് ഒരു തുമ്പ് മാത്രം കെട്ടിട്ടെടുത്തതാണ്. അത് എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം എൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നടുവിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ കുത്തിയ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ എവിടെയാണോ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതുപോലെ ചെയ്തെടുക്കുക. അതായത് ലൈസി ഡേസിയുടെ ആ ഒരു വേർഷനാണ്. പിന്നെ വീണ്ടും കുത്തിയ ആ ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്ത് ആ ഡിസൈൻ വരച്ചിരിക്കുന്നില്ലേ ആ വരയുടെ ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നൂല് അകത്ത് കിടക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ലേസി ഡേസിയുടെയും ചെയിൻ സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു വേരിയേഷനായിട്ട് വരും. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. നൂല് സൂചിയുടെ അകത്തൂടെ കിടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പീഡ് ചെയ്ത് കാണിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 8 മിനിറ്റിൽ കൂടുതലായി. ലോങ് വീഡിയോ ഒരുപാട് ലോങ്ങായി, വേണ്ടാന്നുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം 5 ലീഫൊക്കെ ഓരോന്നും ഓരോ ടൈപ്പ് ലീഫായതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടാന്നുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്ത് പോകണേ പ്ലീസ്. അത്രയും ലോങ് ആയതുകൊണ്ടാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെയാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിലും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ ഈ കൈൻ്റെ മുറിവായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. വലിയ വിരലില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വിരൽ വലിയ മുറിവൊന്നുമല്ല, ഒരു കുഞ്ഞു മുറിവാണ്. കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 പേര്. അപ്പോൾ കുഞ്ഞു മുറിവാണ്. പക്ഷേ ഈ ഒരു നൂലൊക്കെ കയറി വീണ്ടും ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് കോർക്കുന്നത് കാരണം ഇടയിലായി വീണ്ടും ആ മുറിവ് ഇങ്ങനെ വീണ്ടും വീണ്ടും വേദനിക്കുന്നുണ്ട്. അത് നൂലൊന്ന് ഇടയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ലീഫ് നമ്മൾ വരച്ചെടുക്കുകയാണ്. അത് 6 നൂലൊരുമിച്ച് കോർത്തിട്ട് 2 തുമ്പും ഒരുപോലെ കെട്ടിട്ടെടുത്തതാണ്. ഇപ്പോൾ ലേസി ഡേസിയുടെ ആ ഒരു മോഡലിലാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതാ ആദ്യം സ്റ്റെമ്മ് ചെയ്യാം. സ്റ്റെം ആദ്യം ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് കുറച്ച് അകലെ നീക്കി വീണ്ടും നടുവിലോട്ട് കുത്തിയെടുക്കേണ്ട കാര്യമുണ്ട്. വീണ്ടും സൂചി കുറച്ച് അകലത്തിൽ കുത്തി നടുവിലോട്ട് എടുക്കുക, വീണ്ടും അകലത്തിൽ കുത്തി നടുവിലോട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് സ്റ്റെം സ്റ്റിച്ച്. നോർമലി എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ സ്റ്റെമ്മ് ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അറിയാത്തവരൊന്ന് കണ്ടു നോക്കുക. ആദ്യം ഒരു ലീഫ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ആ കുത്തിയ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ചകലത്തിൽ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ആ ത്രെഡ് ആ ഒരു സൂചിയുടെ പുറത്ത് ഇതുപോലെ ആക്കണം. ഒരു വട്ടം ആക്കണം, വീണ്ടും രണ്ടാമത്തെ വട്ടം ഒന്ന് ചുറ്റിക്കണം, വീണ്ടും മൂന്നാമത്തെ വട്ടം ഒന്ന് ചുറ്റിക്കണം. അപ്പോൾ ചുറ്റുമ്പോൾ ആ സൂചിയുടെ താഴ്ഭാഗവും മോൾഭാഗവും എല്ലാം കൂടി ഒന്ന് കറക്റ്റ് റൗണ്ട് ചെയ്ത് വേണം ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ ചുറ്റിയെടുക്കുന്നുള്ളൂ. ചുറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ചുറ്റിയെടുത്ത ശേഷം ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ആ മുകൾ ഭാഗത്ത് ഈ ഒരു സൂചി ഇങ്ങനെ കുത്തിത്താഴ്ത്തേണ്ടതുണ്ട്. അപ്പോൾ ലേസി ഡേസി ചെയ്യും പോലെ തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലേസി ഡേസിക്ക് മുകൾ ഭാഗത്ത് മാത്രമേ കുത്തിത്താഴ്ത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുവിലൂടെ എടുത്തിട്ട് ഈ താഴ്ഭാഗത്തും കൂടി ഇങ്ങനെ ഒന്ന് കുത്തിത്താഴ്ത്തേണ്ട കാര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നൂലൊന്ന് പൊങ്ങി നിൽക്കാനും ഒരു ഇളകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ലീഫും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ 6 ലീഫാവും. ഞാൻ നേരത്തെ ഒരു 5 ലീഫ് എന്നാണ് പറഞ്ഞത്, സോറി. 6 ലീഫ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലോങ് ആയിപ്പോയത്. അപ്പോൾ ഞാൻ വേറൊരു കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 6 നൂല് തന്നെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഭാഗം മാത്രം തുമ്പ് മാത്രമാണ് കെട്ടിട്ടെടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ലീഫിനും ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഇത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് ലേസി ഡേസിയാണ്. ലേസി ഡേസി ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗത്ത് ഒന്ന് കുത്തിത്താഴ്ത്താം. അപ്പോൾ ലേസി ഡേസി എല്ലാ വീഡിയോസിലും എൻ്റെ കാണിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മൾ കുത്തിയെടുക്കുന്നത് അവിടെ തന്നെ വീണ്ടും ഒന്ന് കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് എവിടെയാണോ ഡിസൈൻ ഉള്ളത് ആ ഒരു ഡിസൈനിൻ്റെ ഭാഗത്തോട്ട് കുത്തി ഒരു സൂചി കുറച്ച് അകലത്തിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആ നൂല് ഈ സൂചിയുടെ അകത്തുകൂടി ഇടണം. അപ്പോൾ ഒരു ലേസി ഡേസിയുടെ ആ ഒരു പെറ്റലായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തിത്താഴ്ത്തിയെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലീഫ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഒരു ലേസി ഡേസിയിൽ ലീഫ് റെഡിയായി കിട്ടും. അടിപൊളി ഒരു സ്റ്റിച്ചാണ് ഈ ലേസി ഡേസി. കാരണം കുഞ്ഞു കുഞ്ഞു പെറ്റൽസിനും കുഞ്ഞു കുഞ്ഞു ലീവ്സിനും വലിയ ലീഫിനും ഒക്കെ തന്നെ ലേസി ഡേസിയാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത്. അത്രയും എളുപ്പമുള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടുമാണ് എനിക്ക് ഇത് ഏറ്റവും പ്രിയപ്പെട്ടതായത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ലീവ്സിൽ 6 ലീവ്സിലും നിങ്ങൾക്ക് ഏത് ലീഫാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാൻ മടിയല്ലോ, ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോണേ. ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് ലീവ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.